കണ്ണൂർ ദസറ എന്ന് പറഞ്ഞാൽ ദസറകളിലെ രണ്ടാമത്തെ വലിയ ആഘോഷമാണ് കണ്ണൂർ ദസറ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെ കണ്ണൂരിന്റെ മരുമോനായി പുയ്യാപ്പളയായി മാറി. അപ്പൊ പുരസ്കാരം നമ്മുടെ മണ്ണിലേക്ക് ലോകത്ത് എവിടെ യാത്ര ചെയ്യുമ്പോഴും പുയ്യാപ്പിള എന്നുള്ളൊരു വിളി കേൾക്കുമ്പോ അറിയാതെ കണ്ണൂരിലാണ്. ശരിക്കും ഞാൻ ഇന്ന് കണ്ണൂര് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട മേയർ എന്റെ ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, ആസിഫിനോട് എന്തായാലും ഇവിടെ വരണം, ഇതൊരു വലിയ ആഘോഷമാണ്. കണ്ണൂർ ദസറ എന്ന് പറഞ്ഞാൽ ദസറകളിലെ രണ്ടാമത്തെ വലിയ ആഘോഷമാണ് കണ്ണൂർ ദസറ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ സത്യം പറയാനില്ല, ഈ 11 വർഷം കൊണ്ട് കണ്ണൂര് മുഴുവൻ ഞാൻ കണ്ടു, കണ്ണൂരിലെ എല്ലാ ഭക്ഷണവും ആസ്വദിച്ചു. ഈ ദസറയും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, അതിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെയോ ജാതിയുടെ ആഘോഷമായിട്ടല്ല കണ്ണൂരുകാർ ഇതിനെ ആഘോഷിക്കുന്നത്. ഇത് കണ്ണൂരിലുള്ള എല്ലാവരുടെയും ഒരു ഉത്സവമാണെന്ന് ഇന്ന് ഈ ജനക്കൂട്ടം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. പലയിടത്തും പലരും കണ്ണൂരുകാരെ പറ്റി പറയുന്നത് പലതാണ്, പക്ഷെ ഞാൻ പറയും ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആളുകൾ കണ്ണൂരുകാരാണ്. എന്നെ നോക്കി ചിരിക്കുന്നത് എന്തിനാണെന്ന് പോലും എനിക്ക് തോന്നി പോകാറുണ്ട്. അത് കലാകാരനോടുള്ള ഇഷ്ടമൊന്നുമല്ല, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് കാണിക്കുന്ന ഏറ്റവും നല്ല സ്നേഹമാണ് കണ്ണൂരുകാരുടെ മുഖത്ത് വരുന്ന ഈ ചിരിയെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വരാൻ പറ്റിയതിലും ഓക്കെ ഇരിക്കും. ഒരു വലിയ സംസാരത്തിനൊന്നും നിൽക്കുന്നില്ല, നിങ്ങൾ എല്ലാവരും അതുപോലായി പുയ്യാപ്പളയായി മാറി. അപ്പൊ ഇനി വരും ദിവസങ്ങളിലൊക്കെ എവിടെയെങ്കിലും വെച്ച് കാണാം. നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുക്കണമെന്ന്, നിങ്ങളുടെ വിശേഷം അറിയണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് അതിന് നിവൃത്തിയില്ല. വരും ദിവസങ്ങളിൽ ദൈവം അനുഗ്രഹിക്കട്ടെ, നമുക്ക് നേരിട്ട് കാണാം. താങ്ക് യു, ഐ ലവ് യു ഓൾ. ഒരുപാട് നന്ദി. കണ്ണൂരുകാർ എന്നോട് കാണിക്കുന്ന ഈ സ്പെഷ്യൽ സ്നേഹത്തിന് ഞാൻ എന്ത് കടപ്പെട്ടവരായിരിക്കും. താങ്ക് യു സോ മച്ച്.